എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അശ്വതി നക്ഷത്രം. അധിക ചെലവുകൾ മുഖേന കടം വാങ്ങേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാകും. തികഞ്ഞ ആത്മനിയന്ത്രണം പാലിക്കണം. സ്ഥാനമാറ്റം, തരം താഴ്ത്തപ്പെടൽ എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. മുൻകോപം കാരണം ഒന്നിലും ഉറച്ച തീരുമാനം എടുക്കുവാൻ കഴിയാത്ത അവസ്ഥ വരും. നിസ്സാര കാര്യങ്ങൾക്ക് വാശി കാണിക്കും. രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുത്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. എപ്പോഴും മനസ്സിൽ ഒരുതരം ഭീതി ദൃശ്യമാകും. ദിവസം വളരെയധികം മോശമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പ്രേമവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും. എല്ലാ കാര്യവും കൃത്യതയോടുകൂടിയും ഉത്തരവാദിത്തോടുകൂടിയും ചെയ്ത് തീർക്കുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ബന്ധുക്കളുടെ സഹകരണം മുഖേന ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ്. വിദേശത്തു നിന്നും സഹായം ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സഹനശക്തിയും ക്ഷമയും നിമിത്തം വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ആഘോഷവേളകളിൽ പങ്കെടുക്കുവാൻ ഇടയുണ്ട്. മാതാവിൽ നിന്നും സഹകരണങ്ങൾ ലഭിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. വിശേഷമായ ആഹാരം ലഭിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ധനസമ്പാദന ശ്രമം വിജയിക്കും. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെയിരിക്കുക. വാഹനഭാഗ്യം ഉണ്ട്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കുടുംബശ്രേയസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കും. അസാധാരണമായ വാക്സാമർത്ഥ്യം പ്രകടമാക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ ആദരവ് വർദ്ധിക്കും. മേലധികാരികളിൽ നിന്നും സൗഹൃദപരമായ സമീപനം പ്രതീക്ഷിക്കാം. ദേവാലയ ദർശനത്തിന് യോഗം കാണുന്നു. അടുത്തത് പൂരം നക്ഷത്രമാണ്. അതിർത്തി തർക്കം സംബന്ധമായി അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ അപമാനം വന്നുഭവിക്കാം. സുഖാനുഭവങ്ങൾ വിട്ടുവിട്ട് അനുഭവിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. കുടുംബ സുഹൃത്തുക്കൾ എതിരാളികളാകും. ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. അടുത്തത് അത്തം നക്ഷത്രമാണ്. പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. ധനനഷ്ടമോ അധിക ചെലവോ വന്നു ചേരാവുന്ന ദിവസമാണ്. മാതാപിതാക്കൾക്ക് രോഗങ്ങൾ വന്നു ഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് ധനനഷ്ടം ഉണ്ടാകും. ചതിയിൽപ്പെടാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപരിപാലനത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ആഡംബര വസ്തുക്കൾക്കായി ധാരാളം പണം ചിലവഴിക്കും. ഉപരിപഠനത്തിന് അനുകൂലമായ സമയമാണ്. വിശേഷ വസ്ത്രാഭരണാദികൾ ലഭിക്കും. അടുത്തത് അനിഴം നക്ഷത്രം. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ദിവസം. ഇഷ്ടഭക്ഷണ ലബ്ധി, ധനനേട്ടം, സമ്മാനാദി ലാഭം എന്നിവ ഉണ്ടാകാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്കും ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും അനുകൂലമായ ദിവസം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഗൃഹത്തിൽ വസ്തുക്കൾ മേടിക്കുന്നതിനായി ധാരാളം പണം ചിലവഴിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. വാഹന സുഖം ഉണ്ടാകും. സുഖസൗകര്യങ്ങൾ അനുഭവത്തിൽ വരും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റും. പുതിയ അവസരങ്ങൾ വന്നുചേരും. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. യാത്ര നിമിത്തം ഗുണം അനുഭവത്തിൽ വരും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ബന്ധുജനങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. വളരെ ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാവൂ. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ദിവസം. ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത. അടുത്തത് അവിട്ടം നക്ഷത്രം. വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ദിവസം. എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. രോഗങ്ങളിൽ നിന്നും ആശ്വാസം ഉണ്ടാകും. പൊതുരംഗത്ത് കൂടുതൽ ശ്രദ്ധ കാണിക്കും.
ഉന്നത വ്യക്തികളുമായി സമ്പർക്കം പുലർത്താനുള്ള അവസരം ലഭിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. നാനാവഴികളിലൂടെ സഹായം ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതി. സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതായിരിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പ്രകടിപ്പിക്കും. പ്രശംസയും അംഗീകാരവും ലഭിക്കും. പൊതുരംഗത്തുള്ളവർക്ക് ആദരവ് ലഭിക്കുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രം. വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനം വന്നുചേരും. ബാധ്യതകൾ ശമിക്കും. ആഗ്രഹ സാഫല്യമുണ്ടാകും. ബിസിനസ്സിൽ നിന്നും നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.